ഹലോ ഗൈസ്, പപ്പടം കൊണ്ടൊരു ക്ലേ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. ഇത് ഞാൻ കേടായ പപ്പടം യൂസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു പപ്പടം ക്ലേ ആട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബിലൊക്കെ കുറച്ച് നാളായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുന്നതാണ് വീട്ടിലെ മണ്ണ് യൂസ് ചെയ്തിട്ടുള്ള ക്ലേ. അപ്പോൾ അതുണ്ടാക്കാനായിട്ട് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്, കാരണം കുഞ്ഞുവാവയ്ക്കുണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയ ഈ ഒരു കേടായ പപ്പടം യൂസ് ചെയ്തിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ക്ലേയും അത് വെച്ചിട്ടുണ്ടാക്കിയുള്ള ട്രിങ്കറ്റ് ഡിഷാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇതാണ് ഞാൻ പറഞ്ഞ പപ്പടം. ഇത് ഇത്രയും ഒരു ശോചനീയാവസ്ഥയിലേക്ക് പോയിട്ടുണ്ടായില്ലായിരുന്നു. അപ്പോൾ ചെറിയൊരു വ്യത്യാസം വന്നപ്പോൾ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് മാറ്റി വെച്ച് അങ്ങനെ ഒന്നുകൂടി അത് കളർ ചേഞ്ചൊക്കെ വന്നതാട്ടോ. ഇതിനു മുന്നേ പെരുന്നാളിന് ഞാൻ പഴയ പപ്പടം യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റെൻസിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് കൊച്ചു കുട്ടികൾക്ക് മൈലാഞ്ചി ഇടാനായിട്ട് വളരെ യൂസ്ഫുൾ ആട്ടോ. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഐക്കാർഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ പപ്പടം ഇതുപോലെ പിച്ച് കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് നേരത്തിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അടിച്ചെടുക്കുന്ന ടൈമിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ഇതിൽ അത്യാവശ്യത്തിന് വെള്ളമുണ്ട്. നമ്മൾ നേരത്തെ പപ്പടം സോക്ക് ചെയ്യാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായില്ലായിരുന്നോ, അത് ഈ ഒരു പപ്പടത്തിലേക്ക് നല്ല രീതിയിൽ അബ്സോർവ് ആയിട്ടുണ്ട്. ഓവറായിട്ട് വെള്ളം ഒഴിച്ചാൽ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നതല്ല. ഓക്കെ, ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കില്ലേ, ആ ഒരു രീതിയിൽ അങ്ങോട്ട് കുഴച്ചെടുത്താൽ മതി. ഇനി നമ്മുടെ കയ്യിലൊക്കെ ഒട്ടുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് പൗഡർ, ഏത് പൗഡർ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് അങ്ങോട്ട് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പൗഡറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ലൊരു സ്മെല്ലും കൂടി കിട്ടുന്നതായിരിക്കും. ഓൾറെഡി ഈ ഒരു കേടായ പപ്പടത്തിനൊക്കെ പറയുമ്പോൾ ഒരു അത്ര നല്ലൊരു സ്മെല്ലൊന്നല്ല. അപ്പോൾ ഒരു ബോഡി ലോഷനൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്മെല്ലും കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ദേ പൗഡർ യൂസ് ചെയ്തിട്ട് ഞാൻ ഇതുപോലെ നല്ല രീതിയിലൊന്നാണ് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വളരെ സ്പീഡിലാട്ടോ കാണിക്കുന്നത്, കാരണം കുറച്ച് ടൈം എടുത്തിട്ടുള്ളൊരു പരിപാടിയായിരുന്നു ഈ ഒരു കുഴയ്ക്കൽ. എന്ന് വെച്ചാൽ ഒരുപാട് ടൈമൊന്നും എടുത്തില്ല കേട്ടോ. 3 പ്രാവശ്യമായിട്ട് ഞാൻ ഇതുപോലെ പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ പപ്പടം വെച്ചിട്ടുള്ള ക്ലേ ഇതുപോലൊരു ബോളാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു വലിയ ബോളിനെ ഒന്ന് രണ്ടാക്കി എടുക്കാം കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ടൊരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം സക്സസ് ആവും എന്നൊന്നും അറിയില്ല. അപ്പോൾ ഒരു ബോൾ വലുതും ഒരു ബോൾ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാനൊരു ട്രിങ്കറ്റ് ഡിഷാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കിത് സക്സസ് ആണോ ഫെയിൽ ആണോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇതേ വെള്ളം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ക്ലേ നല്ല രീതിയിലൊന്ന് സോഫ്റ്റാക്കി എടുക്കുക. എന്നിട്ട് റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ ഇങ്ങനെ ക്രാക്ക് വീണ ടൈമിൽ വീണ്ടും വെള്ളം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് അതൊന്ന് സോഫ്റ്റാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗങ്ങളും അതുപോലെ തന്നെ, കണ്ടില്ലേ, ഇവിടെയൊക്കെ നല്ല രീതിയിൽ ക്രാക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ സ്ലോ ആയി കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ സാവധാനം ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഞാൻ കുറച്ച് സ്പീഡാക്കിയിട്ട് കാണിക്കുന്നത് മാത്രം. ഓക്കെ, ഇതുപോലെ ഈ ഒരു റൗണ്ട് ഷേപ്പ് നല്ല രീതിയിൽ സ്മൂത്താക്കി എടുക്കുക. ഒട്ടും തന്നെ ക്രാക്ക് വീഴരുത്. ക്രാക്ക് വീണ് കഴിഞ്ഞാൽ എന്താണെങ്കിലും നമ്മൾ ഡ്രൈ ആയി കഴിയുമ്പോൾ ഒരു വർക്ക് ഫെയിലായി പോട്ടോ. ഇനി ആ ഒരു ചെറിയ ബോൾ ഉണ്ടായിരുന്നല്ലോ, അതും നല്ല രീതിയിലൊന്ന് വെള്ളം തൊട്ടിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു ഷേപ്പിലാട്ടോ അത് നമുക്ക് കിട്ടേണ്ടത്. എന്നിട്ട് ആ ഒരു ഷേപ്പ് ഈ ഒരു റൗണ്ടിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വച്ച് നോക്കാം. അപ്പോൾ എക്സ്ട്രാ വരുന്ന ഈ ഒരു പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ബ്രഷ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ക്ലേയുടെ ഏതെങ്കിലും ടൂൾ യൂസ് ചെയ്തിട്ട് കുറച്ച് ക്രാക്സ് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു പോർഷനിൽ മാത്രമല്ല, നമുക്ക് ആ ഒരു ജോയിൻറ്റ് വരുന്ന ഈ 2 റൗണ്ട് ഷേപ്പ് ഉണ്ടല്ലോ, ആ 2 റൗണ്ട് ഷേപ്പിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ വെള്ളം ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ലാസ്റ്റ് നമ്മുടെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ മുകളിലും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ഭാഗങ്ങൾ തമ്മിൽ നമുക്കൊന്ന് കൂട്ടി സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്ന ടൈമിൽ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എക്സ്ട്രാ കുറച്ച് പോർഷനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കറക്റ്റായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഈ ഒരു വർക്ക് എത്രത്തോളം സക്സസ്ഫുൾ ആണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള രീതിയിലൊരു എക്സ്പെരിമെൻ്റ് നടത്തുന്നതാണ്. കണ്ടില്ലേ? ഇനി നമുക്ക് ഈ ഒരു സംഭവങ്ങൾ കറക്റ്റ് ഒന്ന് സോഫ്റ്റാക്കി കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് നേരത്തെ ഒരു പണിയാണ്. വളരെ നീറ്റായിട്ടും അതുപോലെ തന്നെ സമാധാനത്തിൽ ചെയ്യേണ്ട ഒരു സംഭവം കേട്ടോ. ചടപടയെന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രാക്ക് വന്ന് ചീത്തയായി പോവും. അപ്പോൾ ഉള്ളിലും പുറത്തും ഒരേപോലെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ വെള്ളം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യണത്. അപ്പോൾ ഉള്ളിലത്തെ ഭാഗങ്ങൾ ഏകദേശം ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്ക് സൈഡും വെള്ളം യൂസ് ചെയ്തിട്ട് ഈ ഒരു ക്ലേ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റെപ്പാണ് ക്ലേ വച്ചുണ്ടാക്കുന്ന ഏത് പ്രൊഡക്ട്സിൻ്റെയും ഫിനിഷിങ് തരുന്നത്. ഇതിൻ്റെ ഇടയിൽ ഒരാൾ വന്നിട്ട് കുറേ നേരമായിട്ട് എൻ്റെ അടുത്ത് ക്ലേ ചോദിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ബാലൻസ് ഒന്നും ഇല്ലാത്ത കാരണം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അത് പിണങ്ങി പോയിട്ടുണ്ട് ആൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ഒരു പപ്പടം ക്ലേ യൂസ് ചെയ്തിട്ട് ട്രിങ്കറ്റ് ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ഇനി ഇത് ഇവന്മാരൊന്നും എടുക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് ഉണക്കിയെടുക്കണം. അതാണ് ടാസ്ക്. അപ്പോൾ ഈ ഒരു ട്രിങ്കറ്റ് ഡിഷ് 24 hours കഴിഞ്ഞിട്ട് അത്യാവശ്യം കുറച്ചൊന്നും ഉണങ്ങിയിട്ടുണ്ട്. ക്രാക്സ് ഒന്നും വീണിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ ഉണങ്ങിയിട്ടില്ല കേട്ടോ. ഇത് എത്ര ദിവസം കൊണ്ടാണ് കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടാമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഉണങ്ങി കിട്ടിക്കഴിയുമ്പോൾ എന്താണെങ്കിലും ഞാനിത് പെയിൻ്റ് അടിച്ച് നിങ്ങളുടെ മുമ്പിൽ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ ഒരു വീഡിയോ കാണാൻ നിങ്ങൾക്കും ആഗ്രഹമില്ലേ? ആഗ്രഹമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു വർക്ക് സക്സസ് ആണോ അതോ ക്രാക്സ് വീണ് ഫെയിലാവോ എന്നൊന്നും അറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടി എല്ലാവരും നമ്മുടെ ചാനലൊന്ന് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.